നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന തെളിയിക്കപ്പെടണമെന്ന സംവിധായകൻ വിനയൻ പിന്നിൽ ആരോ ഉണ്ടെന്ന് വ്യക്തമാണ്. കൊട്ടേഷൻ ആണെന്ന് സർക്കാരാണ് ശക്തിയുക്തം പറഞ്ഞത്. ഇത് തെളിയിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും അതിജീവിതയ്ക്കൊപ്പമാണ് താനെന്നും വിനയൻ പറഞ്ഞു. കുറ്റവിമുക്തനായ ദിലീപിനെ സിനിമാ സംഘടനയിൽ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല. ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ സിനിമാ സംഘടനകൾക്ക് അമിതാവേശമാണെന്നും വിനയൻ പറഞ്ഞു. വിനയന്റെ പ്രതികരണമാണ്. ഈ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന തെളിയിക്കപ്പെടണമെന്ന് സംവിധായകൻ വിനയൻ പറഞ്ഞു. പിന്നിൽ ആരോ ഉണ്ടെന്ന് വ്യക്തമാണ്. കൊട്ടേഷൻ ആണെന്ന് സർക്കാരാണ് ശക്തിയുക്തമായി പറഞ്ഞത്. അപ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട് എന്നുള്ളതും കൂടിയാണ് സംവിധായകൻ വിനയൻ പറയുന്നത്. താൻ അതിജീവിതയ്ക്കൊപ്പമാണ്. കുറ്റവിമുക്തനായ ദിലീപിനെ സിനിമാ സംഘടനയിൽ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല. ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ സിനിമാ സംഘടനകൾക്ക് അമിതാവേശമാണ് എന്നുള്ളതും കൂടിയാണ് സംവിധായകൻ വിനയൻ പറഞ്ഞത്. നമുക്കറിയാം, സംവിധായകൻ വിനയൻ ഒരു സമയത്ത് ഈ സിനിമയ്ക്കുള്ളിൽ നിന്ന് വലിയ രീതിയിൽ വിനയനെതിരെ കടുത്ത നടപടികൾ, വിനയനെതിരെ ചില നീക്കങ്ങൾ ഒക്കെ നടന്നിരുന്നു. തനിക്കെതിരെ നിരവധി നടപടികൾ, നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നു. അതിന് കാരണക്കാരൻ നിരവധി പേരുണ്ട്. അന്ന് ദിലീപിൻ്റെയൊക്കെ പേര് തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു സംവിധായകൻ വിനയൻ. ഇപ്പോൾ ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ സിനിമാ സംഘടനകൾക്ക് അമിതാവേശമാണ് എന്നുള്ളതും കൂടിയാണ്. അതിൽ പരോക്ഷമായൊരു വിമർശനമുണ്ടോ എന്നുള്ളതും കൂടിയാണ് നോക്കേണ്ടത്. എന്തായാലും ദിലീപിനെ സിനിമാ സംഘടനയിൽ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതും കൂടിയാണ്. താൻ അതിജീവിതയ്ക്കൊപ്പമാണെന്നുള്ളതും കൂടി സംവിധായകൻ വിനയൻ വ്യക്തമാക്കും.